ഏവർക്കും സ്വാഗതം, നമസ്കാരം. ഈ വീഡിയോയിൽ വളരെ വേദനാജനകമായൊരു വിഷയമാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, ശബരിമലയിലെ തന്ത്രിയായ രാജീവ് കണ്ഠരരുടെ അറസ്റ്റ്. അദ്ദേഹം ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇത് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു കടന്നാക്രമണമാണ്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് തികച്ചും നമ്മേവരെയും ഞെട്ടിപ്പിക്കേണ്ട ഒരു തെറ്റിദ്ധാരണയാണ് എന്ന അടിസ്ഥാന തത്വം, സത്യം നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഉള്ളവൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ അല്പം ശ്രദ്ധയോടെ ചെവി ചായ്ക്കുമെങ്കിൽ ഇതിൻ്റെ ഗുട്ടൻസ് നിങ്ങളുടെ കാതിൽ ഓതിത്തരുവാൻ അടിയാൻ താല്പര്യമുണ്ട്. രാജീവ് കണ്ഠരർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. അദ്ദേഹം അമാനുഷികമായ ഒരു പ്രതിഭയാണ്. കാരണം വിശ്വാസ പ്രമാണമനുസരിച്ച് തന്ത്രിയാണ് അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയൻ എന്ന് പറഞ്ഞാൽ, സാധാരണയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ അയ്യപ്പൻ്റെ അപ്പച്ചനാണ് തന്ത്രി. തന്ത്രിസ്ഥാനത്ത് ആര് കയറിയിരുന്നാലും അവരൊക്കെയും അയ്യപ്പൻ്റെ അപ്പന്മാരാകും എന്ന ഒരു വിശ്വാസ പ്രമാണം അതിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അയ്യപ്പൻ്റെ സ്വർണം അദ്ദേഹത്തിൻ്റെ പിതാവായ രാജീവ് കണ്ഠരർ മോഷ്ടിച്ചു കൊണ്ടുപോയി, അല്ലെ മോഷ്ടിക്കാൻ കൂട്ടുനിന്നു, അല്ലെങ്കിൽ അനുവാദം നൽകി, അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കുചേർന്നു എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് എന്നീയുള്ളവന് മനസ്സിലാകുന്നില്ല. നിങ്ങൾ തന്ത്രിയെ അയ്യപ്പൻ്റെ പിതാവായി വിശ്വസിക്കുന്നിടത്തോളം കാലം, പിതൃസ്ഥാനീയൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ അർത്ഥം. അയ്യപ്പ പ്രതിമയ്ക്ക് ജീവൻ നൽകുന്നത് തന്ത്രിയാണ് എന്ന വിശ്വാസം നിലനിർത്തുന്നിടത്തോളം കാലം അയ്യപ്പൻ്റെ മുതലിൻ്റെ മുഴുവനും പൂർണ്ണ അവകാശം തന്ത്രിക്കാകേണ്ടതാണ്. ഒന്നുകിൽ അദ്ദേഹത്തെ അയ്യപ്പൻ്റെ പിതാവെന്ന് പറയാതിരിക്കുക, ഇതുവരെ പറഞ്ഞത് തെറ്റാണെന്നും അദ്ദേഹം ഇവിടെ കർമ്മം നടത്തുന്നൊരു വ്യക്തിയാണ് എന്ന് മാത്രം പറഞ്ഞ് ഇങ്ങനെയുള്ള നിയമപരമായ നടപടികൾ സ്വീകരിച്ച് അത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, അദ്ദേഹം അയ്യപ്പൻ്റെ പിതാവാണ് എന്ന് പറഞ്ഞ ശേഷം അത് ഒരു വലിയ വലിയ വിശ്വാസ പ്രമാണമായി അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും നിയമപരമായ നടപടി എടുക്കുവാൻ, പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ മുതലായ സ്വർണം, അയ്യപ്പൻ എന്തുകൊണ്ടാണ് സ്വർണത്തോടുത്ത താല്പര്യമെന്നോ സ്വർണം കൊണ്ട് അയ്യപ്പൻ എന്ത് ഗുണം വരുമെന്നോ ഒന്നും ഇപ്പോൾ നമ്മുടെ ചിന്താ വിഷയമല്ല. അതുകൊണ്ട് ഞാൻ ആ ചോദ്യങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. അയ്യപ്പൻ്റെ മുതലായ സ്വർണം അത് എങ്ങനെയായിരിക്കണമെന്നും എവിടെ ആയിരിക്കണമെന്നും ആർക്കെല്ലാം അതിൽ പങ്കുണ്ടായിരിക്കണമെന്നും തീരുമാനിക്കാനുള്ള ഏക അവകാശം, അധികാരം അയ്യപ്പൻ്റെ പിതാവായ തന്ത്രിക്ക് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ യുക്തി അനുസരിച്ച് അവസരബോധം, നീതിബോധം, കളങ്കമറ്റ വിശ്വാസത്തിൽ ഉദിക്കുന്ന ആത്മീയമായ ഒരു ഔചിത്യമനുസരിച്ച് ചില ആളുകളെ കൂട്ടിച്ചേർക്കുകയും, ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞതനുസരിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്, എനിക്ക് മറ്റേ യാതൊരു അടിസ്ഥാനവുമില്ല, അവർക്ക് ഇതിൽ ചില പങ്കൊക്കെ കൊടുത്ത് അയ്യപ്പൻ്റെ സ്വർണം അല്പം അവിടെയും ഇവിടെയും ചിതറിക്കാനായി അദ്ദേഹം സന്മനസ് കാണിച്ചു എന്നത് എങ്ങനെയാണ് ഒരു കുറ്റമാകുന്നത്? ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ മക്കൾ സമ്പാദിച്ച കുറച്ച് പൈസ രൂപ ഉണ്ടെന്ന് വിചാരിക്കും. ഞാനത് 10 പേരെ വിളിച്ചെന്ന നീ ഇത് കൊണ്ടുപോകും, നീ ഇത് കൊണ്ടുപോകും, നീ ഇത് കൊണ്ടുപോകും, അവരത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, ഭയഭക്തിയോടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ സ്വത്തല്ല, എൻ്റെ മക്കളുടെ സ്വത്താണ്. പക്ഷേ അവിടെ
അപ്പം ഞാനാകുന്നത് കൊണ്ട് എനിക്ക് ഇത് യഥേഷ്ടം കൈകാര്യം ചെയ്യാനുള്ള അവകാശവും അധികാരവും നിങ്ങൾ കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ അവരത് കൊണ്ടുപോകും. അവരത് എന്നെ വിശ്വസിച്ച് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെയുള്ളവരെ നിയമത്തിൻ്റെ വലയിൽ കൊടുക്കുകയും അവരെ പൊതുവെ അപമാനിക്കുകയും അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അനീതിയുടെയും അധർമ്മത്തിൻ്റെയും പരമകോടിയാണ്. അപ്പോൾ ഈ ഒരു ദുരവസ്ഥ രാജീവ് കണ്ടവർക്ക് വന്നതിലുള്ള എൻ്റെ അസഹനീയമായ വേദന മാത്രമല്ല, എതിർപ്പും സ്പഷ്ടമായി പ്രകടിപ്പിക്കുക മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനിയും നമ്മുടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ശബരിമല അയ്യപ്പ ക്ഷേത്രം അതൊരു മത സ്ഥാപനമാണ്, ആരാധനാ കേന്ദ്രമാണ്, തീർത്ഥാടന കേന്ദ്രമാണ്, മത പ്രതിഭാസമാണ്. അതിനകത്ത് യാതൊരു സംശയമില്ലല്ലോ. ഞാൻ രണ്ട് കൈയും കൂപ്പി നിങ്ങളോട് ചോദിക്കട്ടെ, ഏത് മതത്തിലാണ് ഈ കലാപരിപാടി ഇല്ലാത്തത്? ഇവിടെ പൊതുവായ ഒരു പ്രമാണം മാത്രമാണ് നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. അതായത് ലോകത്തിൽ ഭൂമിയുടെ പരപ്പിലുള്ള എല്ലാ മതങ്ങളും യാതൊരു വ്യത്യാസവുമില്ലാതെ അന്ധവിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആരും തലച്ചോറ് ഉപയോഗിക്കരുത് എന്ന് ഇതുകൊണ്ട് അമിത ലാഭം ഉണ്ടാക്കുന്ന ആളുകൾ ശാഠ്യം പിടിക്കുന്നത് എന്ന് വളരെ സ്പഷ്ടമായ യാഥാർത്ഥ്യമായിരുന്നിട്ടും എന്തുകൊണ്ടോ വിശ്വാസികളുടെ ഉള്ളിലേക്ക് തലച്ചോറിരിക്കുന്നിടത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് ഒരു പ്രത്യേകതയാണ്. ഞാൻ മറ്റുള്ള മതങ്ങളെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം. ക്രിസ്തു മതം ക്രിസ്തുവിൻ്റെ മാർഗമല്ല, ദയവായി ശ്രദ്ധിക്കുക. ക്രിസ്തു മതം അന്ധവിശ്വാസത്തിൽ മാത്രം സ്ഥാപിതമായതും അന്ധവിശ്വാസത്തിൽ തഴച്ചു വളരുന്നതുമായ ഒരു പ്രതിഭാസമാണ്. ലോകത്തിൽ എവിടെയൊക്കെ മതം ഒരു വ്യവസ്ഥാപിത പ്രതിഭാസമായിട്ടുണ്ടോ അവിടെ എല്ലാം വിശ്വാസമല്ല, അന്ധവിശ്വാസം മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നത്. ഇന്നല്ല, എത്രയോ നാളുകളായി എപ്രകാരം തന്നെയാണ്. ചരിത്രം അവസാനിക്കുന്നതുവരെ ഈ യാഥാർത്ഥ്യത്തിന് മാറ്റം വരികയല്ല എന്നത് സാമാന്യ ബുദ്ധിയുള്ളവർ തിരിച്ചറിയാൻ ധൈര്യം കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്പം ചില കാര്യങ്ങൾ ഞാൻ പറയാം. ദൈവത്തെപ്പറ്റി കള്ളം പറയുക എന്നത് മതത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. ഉദാഹരണമായിട്ട് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുകയും എല്ലാ മതങ്ങളും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആത്യന്തികമായത് സമ്മതിക്കുന്നതാണ് ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുകയും ആ ദൈവം ഞങ്ങളുടേതാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ആ ദൈവം സൃഷ്ടികർത്താവും കൂടെയാണ്, ഈ ചരാചരങ്ങളെയും മാനവജാതിയെയും ബ്രഹ്മാണ്ടത്തെയും മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഏകനാണ്, പക്ഷേ ആ ദൈവം ഞങ്ങളുടേതാണ് എന്ന് മാത്രം പറയുന്നത് സത്യമാണോ അസത്യമാണോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. അതിനകത്ത് വല്ല ന്യായവും ഉണ്ടോ? 4ാം ക്ലാസ്സിൽ പഠിച്ച ഒരാൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യമാണോ ഇത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. എന്ന് മാത്രവുമല്ല, ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ കാര്യം പറഞ്ഞാൽ വേദപുസ്തകത്തിൽ എത്രയോ സൂചനകളുണ്ട്. ദൈവത്തിൻ്റെ ചുമതല ബോധം, ദൈവത്തിൻ്റെ കരുതൽ എല്ലാ സൃഷ്ടിയുടെ മേലുമുണ്ട്. യേശു പറയുന്നു, ദുഷ്ടൻ്റെ മേലും നല്ലവൻ്റെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ ചൊരിയും. ദൈവം വിവേചനം കാണിക്കുന്നവനല്ല എന്നത് പുതിയ നിയമത്തിൻ്റെ വലിയ ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനമാണ്. കാരണം എന്താണ്? ദൈവം ആരുടെയും പോക്കറ്റിൽ കിടക്കുന്ന പ്രതിഭാസമല്ല, ആരുടെയും കാലിത്തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിടാവുന്ന ഒരു പശുവുമല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണമെന്നിരിക്കെ ദൈവത്തെപ്പറ്റി കള്ളം പറയാത്ത ഒരൊറ്റ മതവുമില്ല, ഒരൊറ്റ സംഘടിത മതവുമില്ല. എന്നാൽ മതം ആവിഷ്കരിച്ച, മതത്തിൻ്റെ ആവിർഭാവം കുറിച്ച മഹാനുഭാവന്മാർ അവർ ഒരിക്കലും
ദൈവത്തെപ്പറ്റി ഇങ്ങനെ അപഖ്യാതി പറഞ്ഞ് പരത്തിയിട്ടില്ല. അത് പിൽക്കാലത്ത് പണക്കൊതി കൊണ്ടും ലാഭേച്ഛ കൊണ്ടും മനുഷ്യൻ കണ്ടുപിടിച്ച ആ അപഖ്യാതികളാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പം ദൈവം സർവ്വലോകത്തെയും സൃഷ്ടിച്ച ദൈവം, സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കുന്ന ദൈവം, എല്ലാറ്റിൻ്റെയും നന്മ കാക്ഷിക്കുന്ന ദൈവം ഞങ്ങളുണ്ടാക്കിയ ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് നൃത്തം ചെയ്യുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞങ്ങളോട് പക്ഷാഭേദം കാണിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ വല്ലതും പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ എന്ന് പറയുന്ന വലിയ വലിയ കള്ളത്തിൽ കൂടെയാണ് ഇതിൻ്റെ ആരംഭമെന്ന് ആദ്യമേ നാം മനസ്സിലാക്കേണ്ടതാണ്. ദൈവം ഞങ്ങളുടേതാണ് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. രണ്ടാമതായി ദൈവത്തെപ്പറ്റി പറയുന്ന മറ്റു വലിയ വലിയ കള്ളമാണ്. എന്താണെന്നറിയാം? ദൈവം ഇവിടെയാണ് ഇരിക്കുന്നത്. എവിടെയാണ്? സർവചരാചരങ്ങളെയും അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഇവിടെ. യേശുവിൻ്റെ ഭാഷ ഈ മലയിൽ യേശു പറഞ്ഞു ആ മലയിൽ വലിയ മലയിലോ ആര് കേൾക്കാനാണ്? ഇപ്പം മാർത്തമാക്കാരുടെ ഒരു മല, CSAക്കാരുടെ ഒരു മല, കത്തോലിക്കിൻ്റെ ഒരു മല, അതിനേക്കാൾ വലിയ മലയാണ് പെന്തക്കോസ്തിൻ്റെ മല, പിന്നെ മെത്തഡിസ്റ്റ് മല, പ്രെസ്ബിറ്റേറിയൻ മല, പിന്നെ ഇൻഡിപെൻഡൻറ്റ് ചർച്ചസ് മല 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 മല. അപ്പുറത്ത് ഒരു ശബരിമലയുള്ളപ്പോൾ ഇവിടെ ആയിരക്കണക്കിന് മലകൾ. ആ മലയുടെ മേളിൽ കൊണ്ട് നിർത്തിയിരിക്കുക. ഇരിയടാ അവിടെ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കണം. ഇതെത്രയോ അപഹാസ്യമാണ്. ഇതെന്താണ് നമുക്ക് മനസ്സിലാകാത്തത്? അപ്പോൾ ദൈവം ഇവിടെയാണ് ഇരിക്കുന്നത്. അത് രണ്ടാമത്തെ എമണ്ടൻ കള്ളം. മൂന്നാമത്തെ കള്ളമാണ് ഇന്ന ദിവസം ദൈവം പ്രസാദിക്കും. അതാണ് ഞായറാഴ്ച എന്ന് പറയുന്നത്. ഈ കാലത്തെയും അകാലത്തെയും നിത്യതയുടെയും എല്ലാം ഉടമയായ ദൈവം ഇന്ന ദിവസം, അത് ശബത്ത് എന്നൊക്കെ പറഞ്ഞു കളയും. ആ ശബത്തിൽ നമ്മൾ നല്ലവരായിരിക്കണം. ബാക്കിയുള്ള ദിവസത്തിൽ ഏത് തെമ്മാടിത്തരവും കാണിച്ചു ഏത് വഴിയെ പൊക്കോ ഒരു കുഴപ്പവുമില്ല. ഞായറാഴ്ചയാകുമ്പോൾ ക്രിസ്ത്യാനി ഏതാണ്ട് ആഴ്ചയിലെ 6 ദിവസം കണ്ടാൽ അവൻ്റെ പ്രവൃത്തി കണ്ടിട്ട് 7-ാം ദിവസം അവനെ കണ്ടാൽ ആർക്കും തിരിച്ചറിയാത്ത വിധത്തിലായിരിക്കണം ക്രിസ്ത്യാനി എന്ന ഈ ധാരണ, ഇത് കേട്ട് സാധാരണ ജനം ചിരിക്കുകയാണ് വേണ്ടത്. പക്ഷേ അത് നമ്മുടെ ഭക്തിയുടെ ഭാഗമായതുകൊണ്ട് ഞാനങ്ങ് വിടുകയാണ്. പിന്നെ നാലാമത്തെ ഒരു വലിയ കള്ളമാണ് ദൈവം പണക്കൊതിയനാണ്. ദൈവത്തിന് പണം വലിയ ഇഷ്ടമാണ്. ദൈവത്തിന് കണ്ണ് തുറക്കണേ പണം ഇട്ട് കൊടുക്കണം. കാരണം അതുകൊണ്ട് മാത്രമേ വല്ല പ്രയോജനമുള്ളൂ. ഈ ദൈവത്തെ കാത്തു സൂക്ഷിക്കുന്ന, ദൈവത്തെ സംരക്ഷിക്കുന്ന, ദൈവത്തിൻ്റെ ഇംഗിതം നടപ്പാക്കുന്ന മഹാന്മാർക്ക് ഈ ഒരു അന്ധവിശ്വാസമില്ലെങ്കിൽ അവരുടെ കാര്യം പോക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി അവർ ചിന്തിക്കുമ്പോൾ അവിടെ മനസ്സിൽ ആദ്യവും അവസാനമായിട്ട് വരുന്ന കാര്യം ദൈവം പണക്കൊതിയനാണ്. ദൈവത്തിന് പണം കൊടുത്തില്ലെങ്കിൽ ദൈവം കോപിക്കും. പക്ഷേ നേരെ പറയത്തില്ല. ദൈവം ഇവർക്ക് വേണ്ടി കൊടുക്കണം. ഒന്ന് കൊടുത്താൽ 15 കിട്ടും. ലോട്ടറിയാണേ. ഒന്ന് കൊടുത്താൽ, അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ആണേ. ഒന്ന് കൊടുത്താൽ 15 കിട്ടും. അല്ലെങ്കിൽ കൊടുക്കുന്നതാണ് കിട്ടുന്നതിനേക്കാൾ നല്ലത്. അത് സഭകൾ പാലിച്ചിരുന്നെങ്കിൽ എന്നേ ലോകം രക്ഷപ്പെട്ടു പോകായിരുന്നു. പക്ഷേ വിശ്വാസി കൊടുക്കണം, സഭയ്ക്ക് കിട്ടണം. നേരെ മറിച്ചാകത്തില്ല. സഭ കൊടുത്തു, വിശ്വാസിക്ക് കിട്ടി, അത് പറ്റില്ല. വിശ്വാസി കൊടുക്കണം, സഭ അത് മെത്രാനോ എന്താ പറയുന്നത് പുരോഹിതനോ കത്തലാരോ യഥേഷ്ടം ഉപയോഗിച്ചോളും. അപ്പോൾ കൊടുക്കുന്നതാണ് അത്. ദൈവം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ 4 സുവിശേഷവും വളരെ ശ്രദ്ധ വഹിച്ച് വായിച്ച വ്യക്തിയാണ്. യേശു അങ്ങനെ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. സത്യമാണ് നിങ്ങളോട് പറയുന്നത്. ഇത് പച്ചക്കള്ളമാണ്. ഈ 4 സുവിശേഷത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കൊടുക്കണം, നിങ്ങളുടെ പൈസ നിങ്ങളുടെ പൈസ കൊടുക്കുന്നതാണ് കിട്ടുന്നതിനേക്കാൾ നല്ലതെന്ന് യേശു ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ യേശു പറഞ്ഞുവെന്ന് പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു കൊച്ചു കള്ളം എഴുതി ചേർത്തിട്ടുണ്ട്. കാരണം പൗലോസ് അപ്പോസ്തലൻ സഭകൾ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ പണത്തിൻ്റെ ആവശ്യം വന്നു. അന്ന് ഉദ്ദേശശുദ്ധിയോടുകൂടെയാണിത് പറഞ്ഞതെങ്കിലും പിൽക്കാലത്ത് കാട്ടുകള്ളന്മാർ ഇത് ഇപ്രകാരം ഭീകരമായ ദുരുപയോഗം ചെയ്യുമെന്ന് ആ മനുഷ്യൻ അറിയാൻ വയ്യായിരുന്നോണ്ട് അദ്ദേഹം അങ്ങനെ എഴുതി വെച്ചിട്ട് പോയി. ദൈവവേലയും മനുഷ്യൻ്റെ പണവുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രദ്ധേയമായ സത്യം. മനുഷ്യൻ്റെ പണം കൊണ്ട് നടത്താൻ കഴിയാത്ത ഏക കാര്യം ദൈവവേലയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ മനുഷ്യപുത്രൻ തല ചായ്പാൻ ഇടമില്ലാത്തവനായിട്ട് വന്നു. ഒന്നുമില്ലെങ്കിൽ മാത്രമേ
ഈ ഭൗതികമായ ഒരു കുന്ത്രാണ്ടമില്ലെങ്കിൽ മാത്രമേ, മറ്റുള്ളവിടെ നക്കാപ്പിച്ച ഇല്ലാതെ അതിനെ ആശ്രയിക്കാതെ മാത്രമേ ദൈവവേല ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഏറ്റവും പരമമായ, ഏറ്റവും ലളിതമായ, ഏറ്റവും ആശ്വാസജനകമായ സത്യം. മനുഷ്യൻ്റെ പണക്കൊഴുപ്പോട് നടത്തുന്നത് ഒന്നും ദൈവവേലയല്ല. സത്യം, സത്യം, സത്യം. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ സത്യം തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്തേ മതിയാകുകയുള്ളൂ. പക്ഷേ അത് പറഞ്ഞാൽ എല്ലാ സഭകളും എന്നെ വളഞ്ഞിട്ട് തല്ലും. കാരണം അവരുടെ ഏക ആവേശം എന്ന് പറയുന്നത് പണം ഇങ്ങനെ കുമിഞ്ഞു ചാടുന്നു. ഇപ്പം ശബരിമലയിൽ പ്രശ്നം വന്നത് എന്താണ്? അവിടെ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നു. അവിടെ എങ്ങനെയാണ് വരുന്ന പണം? പിന്നെ ഒരു വിജയ മല്യ എന്ന് പറഞ്ഞൊരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം കട്ടമുതലിൻ്റെ ഒരു ചെറിയ ഭാഗം കൊണ്ട് 4.5 കിലോ സ്വർണം, 4 കിലോ ആണോ 30 കിലോ ആണോ നമുക്കറിയില്ല, ഇതിൻ്റെ ഒന്നും കണക്കാടയിലും ഇല്ലല്ലോ, അവിടെ കൊടുത്തു. അപ്പോൾ വാസ്തവത്തിൽ രാജീവ് കണ്ഠരർ നോക്കിയപ്പോൾ ഇത് മോഷ്ടിച്ചു കൊണ്ടുവന്ന സ്വർണമാണ്. ഈ മോഷ്ടിച്ചു കൊണ്ടുവന്ന സ്വർണം അയ്യപ്പൻ്റെ അടുത്ത് വെച്ചാൽ അയ്യപ്പന് ഇഷ്ടം. ഒന്നാമത്തെ അയ്യപ്പനാണെങ്കിൽ സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ടെങ്കിൽ അടുത്ത് വരുന്നത് ഇഷ്ടമല്ല. അതിനേക്കാളൊക്കെ എത്രയോ അസഹനീയമാണ് ഈ മോഷ്ടിച്ച മുതൽ അവിടെ കൊണ്ടുവെക്കുന്നത്. അതും അലങ്കാരമായിട്ട് വരും. അതുകൊണ്ട് എത്രയോ നാളായിട്ട് അയ്യപ്പൻ രാജീവ് കണ്ഠരരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദയവായി ഈ ഒരു ആത്മീയ അശ്ലീലം ഒഴിവാക്കണം, ഈ സ്വർണ്ണം ഇവിടുന്ന് മാറ്റണം, ഇത് കട്ട മുതലാണ് എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം അദ്ദേഹം അത് ചെയ്തത്. ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം അവകാശത്തിൽ നിൽക്കുന്ന മുതലാണ്. അതുകൊണ്ട് എന്തു ചെയ്യാനും അദ്ദേഹത്തിന് അവകാശമുണ്ട്. ആ ഒരു അവകാശം അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ. ഏതായാലും നമ്മുടെ വിഷയം ഈ മതം അസത്യത്തിൽ മാത്രമാണ് ആശ്രയിച്ച് നിൽക്കുന്ന കാരണം അസത്യത്തിൽ മാത്രമേ ആദായമുള്ളൂ. സത്യം നഷ്ടക്കച്ചവടമാണ്. അസത്യത്തിൽ മാത്രമേ ആദായമുള്ളൂ. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അസത്യമായതിൽ ജനങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്ന, മനുഷ്യത്വത്തോട് കാണിക്കുന്ന വലിയ അപരാധമാണ് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഈ അന്ധവിശ്വാസമില്ല എങ്കിൽ മതം അന്നേ നിന്നു പോകും. അന്ന് വരുമാനം നിൽക്കുമ്പോൾ ഈ പുരോഹിത വർഗം മെത്രാനും കിത്രാനും കത്തനാരും കണ്ഠരരും ഒക്കെ വാലെത്തി കത്തിയോട് രക്ഷപ്പെടും. അവർക്കകത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പോൾ ക്രിസ്ത്യാനികളിടയിൽ ചില ആളുകൾ ബിഷപ്പന്മാരാകാനായിട്ട് അങ്ങ് പഠിച്ച പണി പഴുവനും പയറ്റുന്നു. അവരെന്താ ദൈവവേലയ്ക്കുള്ള ആവേശത്തിലാണോ ചെയ്യുന്നത്? ഒരുത്തൻ മെത്രാനായെങ്കിൽ മാത്രമേ ദൈവവേല നടത്താനൊക്കത്തുള്ളൂ. ഒരുത്തൻ കത്തനാരായെങ്കിൽ മാത്രമേ ദൈവവേല നടത്താനൊക്കത്തുള്ളൂ. ഈ സമയത്ത് ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ അവിടുത്തെ ഒരു മെത്തഡിസ്റ്റ് ബിഷപ്പ് എൻ്റെ ഒരു ഉത്തമ സുഹൃത്തായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന തലേ ദിവസം ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ട് ചെന്നു. അപ്പോൾ അത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നാളെ റിട്ടയർ ചെയ്ത ശേഷം എനിക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇന്ന് വരെ നടന്നിട്ടില്ല. അത് സത്യം പറഞ്ഞു. അദ്ദേഹം സത്യം പറഞ്ഞു. ആ സത്യം പറയാൻ റിട്ടയർ ചെയ്ത ശേഷം ചെയ്യുന്ന സമയത്തെങ്കിലും ഒരാൾക്ക് സാധിച്ചല്ലോ എന്നോർത്ത് പിന്നെ സത്യം പറഞ്ഞ വേറൊരു തിരുമേനി കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം നമ്മുടെ ഇടയിലല്ല. അദ്ദേഹത്തിൻ്റെ പേര് ക്രിസോസ്റ്റം തിരുമേനിയാണ്. അദ്ദേഹത്തിന് 100-ാം ജന്മദിന വാർഷികത്തിൽ കേരളത്തിൽ വലിയ ഉത്സവമായി കൊണ്ടാടിയപ്പോൾ വലിയ മഹാരഥന്മാർ പ്രസംഗിച്ച് വേദി അങ്ങ് തകർത്ത് തീ പിടിപ്പിച്ചപ്പോൾ അവസാനം അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആകെപ്പാടെ നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു 100 വർഷം ജീവിച്ച് എല്ലാവരെയും കളിപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അത് സത്യമാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് കളിപ്പിച്ചെന്നല്ല. ഈ പുരോഹിത വർഗം, ഈ പുരോഹിത വൃത്തി എന്ന് പറയുന്നത് സത്യം അല്പം പോലും തൊട്ട് തിരിച്ചിട്ടില്ലാത്ത, ദേഹമനങ്ങാതെ സുഖമായി ജീവിക്കാനുള്ള ഒരു പരിപാടിയാണ് എന്നതാണ് അദ്ദേഹം കൊണ്ട് സ്ഥാപിച്ചു വെച്ചത്. പക്ഷേ ആൾക്ക് മനസ്സിലായില്ല എന്നതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ദൈവം പണക്കൊതിയനാണ്. അതുകൊണ്ട് ദൈവത്തിന് കണ്ണു തുറക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഉള്ള പണം മുഴുവൻ ഇട്ട് കൊടുക്കണം. ഇത് സത്യമാണോ അസത്യമാണോ എന്നുള്ളത് പറഞ്ഞു. ഇപ്പോൾ പറയും നിങ്ങൾ 10 ദശാംശം കൊടുക്കണം. അപ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്നതെല്ലാം ദൈവത്തിന് ആഗ്രഹമാകിയാൽ അതിൻ്റെ 10% ദൈവം നിങ്ങൾക്ക് തരുന്ന മുതലിൻ്റെ 10% ദൈവത്തിന് കൊടുക്കണം. എല്ലാ സഭകളിലും സ്തോത്രകാഴ്ച എടുത്ത ശേഷം നടത്തുന്ന പ്രാർത്ഥനയിൽ പറയുന്നത്, ഞങ്ങളുടേതായ ഒന്നുമല്ല, നീ തരുന്നതിൻ്റെ ഒരു അംശം ഞങ്ങൾ തിരിച്ചു തരുന്നു എന്നതേ ഉള്ളൂ.
അതാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം ഇത്ര മണ്ടനാണോ? ദൈവത്തിൻ്റെ മുതൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ദയവായിട്ട് അതിൻ്റെ ഒരു 10% എനിക്ക് തരണേ എന്ന് നിങ്ങളോട് തരേണ്ട ഗതികേട് ദൈവത്തിനുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ദൈവത്തിന് ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? തന്നെയുമല്ല, സഭകളിൽ എവിടെയൊക്കെ പണക്കൊഴുപ്പുണ്ടായിട്ടുണ്ടോ, സ്വത്ത് കൂടിയിട്ടുണ്ടോ, അവിടെ എല്ലാം അധർമ്മം പെരുകിയിട്ടുണ്ട്. ഇത് ചരിത്ര സത്യമാണ്. സഭകളുടെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകുന്നത്, സഭയുടെ വിളക്ക് കെട്ടുപോകുന്നത് പണക്കൊഴുപ്പ് കൊണ്ടാണ് എന്ന സുവിശേഷം, വെളിപ്പാട് പുസ്തകം വളരെ 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 വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പിടിക്കത്തില്ല. നമുക്ക് പണം കൊണ്ടുള്ള കളിയാണ്. ദൈവത്തിൻ്റെ കണ്ണ് തുറക്കണേ. പണത്തിൻ്റെ കിലുക്കം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം ഉറക്കത്തിൽ നോടം നമ്മളിന്ന് നോക്കത്തുള്ളൂ. ഇപ്പോൾ ചില അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, ഈ പ്രസിദ്ധ അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ പണക്കാർക്കൊരു ക്യൂ. 1000 രൂപ കൊടുത്താൽ പെട്ടെന്ന് ഭഗവാനെ കാണാം, 100 കൊടുത്താൽ ഇച്ചിരി സമയമെടുക്കും എന്ന് പറയുന്ന അതേ പരിപാടി ക്രിസ്ത്യാനികളിലുണ്ട്. ക്യൂ ഇല്ലെങ്കിലും കൂടുതൽ പണം കൊടുക്കുന്നവർക്ക് അവരുടേതായ സ്ഥാനമുണ്ട്. കാരണം ദൈവത്തിന് അവരോട് പ്രീതി കൂടുതലാണ് എന്നതാണ്. ഇത് സത്യമാണോ അസത്യമാണോ, ഇത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ, നിങ്ങൾ ദയവായി ചിന്തിക്കാം. അതുപോലെ മറ്റ് ഭീകരമായ ഒരു കള്ളമാണ്, ദൈവത്തിന് ചില പ്രതിനിധികളുണ്ട്. അവരോട് ദൈവത്തിന് പ്രത്യേകമായ താല്പര്യമാണ്. അവർ പറയുന്ന അനുസരിച്ച് മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. അത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. അവരാണ് ഇത് മുഴുവനും. ഇപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ അപ്പൻ തന്ത്രിയാണ് എന്ന് പറയുന്ന അതേ ആശയം ഇവിടെയുമുണ്ട്. നമുക്കറിയാം, ദൈവത്തിൻ്റെ പ്രതിനിധികൾ. നിങ്ങൾക്ക് ദൈവത്തെ അടുത്തിട്ട് പോകണം, മന്ത്രിയെ കാണണമെങ്കിൽ ദല്ലാളെ കാണണമെന്ന് പറയുന്ന പോലെ, ദൈവത്തെ നിങ്ങൾക്ക് സമീപിക്കണോ, എവരെ പിടിച്ചോണം, ഏജൻറ്റുകളെ പിടിച്ചോണം, അല്ലെങ്കിൽ ഒരു രക്ഷയുമില്ല എന്ന് മാത്രവുമല്ല. അതുപോട്ടെ, അത് ഇഹലോകത്തിൽ, വരുവാനുള്ള ലോകത്തിലോ അതിൻ്റെ താക്കോൽ എവിടെയിലാണ്? അത് എഴുതി ചേർത്തു, സ്വർഗത്തിൻ്റെ താക്കോൽ എവിടെയിലാണ്? പോയില്ലേ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ എല്ലാം പോയില്ലേ? അവർ നിങ്ങളോട് കോപിച്ചാൽ നിങ്ങൾ കത്തി കരിഞ്ഞു പോകത്ത്. ഈ ഒരു പേടി കൊണ്ടാണ് ആളുകൾ അടിമകളായി കഴിയുന്നത് എന്ന് ദയവായി മനസ്സിലാക്കണം. ഇത് ദൈവത്തിൻ്റെ പേരിൽ പറയാവുന്ന ഏറ്റവും വലിയ കള്ളത്തരമാണ്. ശുദ്ധ അസത്യമാണ്. ഇത് കേട്ടാൽ നമുക്ക് തൊലി ഉരിഞ്ഞു പോകേണ്ട അസത്യമാണ്. ഇനിയും അതുപോലെ നല്ല ഒന്നാന്തരൊരു നമുക്ക് നമ്മളെ ചിരിപ്പിക്കേണ്ട ഒരു കള്ളമാണ് ഈ സർവജ്ഞാനിയായ ദൈവം അജ്ഞനാണ്, ഒന്നും അറിഞ്ഞുകൂടാ. നമ്മളങ്ങോട്ട് അറിയിച്ചെങ്കിലേ നമ്മുടെ കാര്യം അങ്ങോട്ട്, ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം, അത് വേണം ഇത് വേണം, അങ്ങോട്ട് അറിയിച്ചില്ലെങ്കിൽ ദൈവത്തിനൊന്നും അറിഞ്ഞുകൂടാ. യേശു പറഞ്ഞു, നിങ്ങൾ ദയവായിട്ട് ദൈവത്തെ ഇങ്ങനെ അപമാനിക്കരുത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം ദയവായി സമയമുള്ളപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അറിയുന്നതിന് മുൻപേ അറിയുന്നൊരു ദൈവമാണ്. ആ ദൈവത്തെ നിങ്ങളിങ്ങനെ അപമാനിക്കരുത്. നിൻ്റെ തലയിലെ മുടി പോലും ഒരെണ്ണം വീഴണമെങ്കിൽ അത് സൂക്ഷ്മമായി അറിയുന്ന ദൈവത്തെ നീ കളിയാക്കരുത്, നീ അപമാനിക്കരുത്, നീ ഊശിയാക്കരുത് എന്ന് പറഞ്ഞാൽ ആര് കേൾക്കാൻ? പ്രാർത്ഥിച്ച് കോളവാക്കി കളയും. മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൈ പിടിച്ച് വളച്ചൊടിച്ച് നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ ഒരു വിധത്തിലും മനസ്സില്ലാത്ത ദൈവത്തെ ഹേമിച്ച് ഇട്ട് ഉരുട്ടി ചവിട്ടി നിങ്ങൾക്ക് അനുഗ്രഹം വാങ്ങിച്ചു തരും. അതിനുള്ള ചില വിദഗ്ധന്മാരുണ്ട്. അവർ പിന്നെ ഈ എന്താണ് അത്ഭുത രോഗശാന്തി വിദഗ്ധർ എന്നൊക്കെ പറഞ്ഞു കളയും. ആ വർഗത്തെ കണ്ടാൽ ഓടി രക്ഷപ്പെട്ടോണം. അതെല്ലാം ഞാനെന്ത് പറയാനാണ്. അത് സർവശക്തനായ, അതായത് സർവജ്ഞാനിയായ ദൈവം വെറും മണ്ടനാണ്, അറിഞ്ഞുകൂടാ. പിന്നെ അതുപോലെ മണ്ടനായ മറ്റൊരു പച്ചക്കള്ളമാണ് സർവശക്തനായ ദൈവം നിസ്സഹായനാണ്. നിങ്ങളുടെ കരബലം കൊണ്ട് മാത്രം അദ്ദേഹത്തെ സംരക്ഷിച്ചോണം. അങ്ങനെയാണല്ലോ ഈ കുരിശുദ്ധമൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. ഇന്നും സഭയുടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ കത്തോലിക്ക സഭയിലെ അച്ഛന്മാർ അതുപോലെ പ്രാർത്ഥിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ കൈ കുറുവടിയും കൂടെ ഉണ്ടായിരിക്കണം. സഭയുടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പള്ളിയുമായി അടിച്ച് ആളുകളെ ഇറക്കി, പണ്ട് ഇവിടെ ഭീമാപള്ളി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വർഗീയതകളെ ഉണ്ടാക്കിയത് മുഴുവൻ കത്തനാരന്മാരാണ്. അത് അറിയാൻ മേലാത്ത ആളുകൾ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മുടെ ദൈവത്തെ സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വാള് വേണം. ഇത് സാർവലൗകികമായ ഒരു മണ്ടത്തരമായതുകൊണ്ടാണ് യേശു ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് പത്രോസോട് പറഞ്ഞ വാള് താഴെയിട്. നിൻ്റെ വാളിൻ്റെ ആവശ്യം ജീവൻ ഉള്ള സർവശക്തനായ ദൈവത്തിന് ആവശ്യമില്ല. പക്ഷെ ആര് സ്വീകരിക്കും? ഇപ്പോഴും ഈ വാളും പിടിച്ച് നിൽക്കുകയാണ്. എന്തെല്ലാം തന്ത്രങ്ങളാണ് പയറ്റുന്നത്.
രാഷ്ട്രീയ തന്ത്രമുണ്ട്, പണത്തിൻ്റെ തന്ത്രമുണ്ട്, നയപരമായ തന്ത്രമുണ്ട്, പിന്നെ അഭിനയത്തിൻ്റെ തന്ത്രമുണ്ട്. അപ്പുറത്ത് തന്ത്രിയും ഇപ്പുറത്ത് തന്ത്രവും. ഈ തന്ത്രം ചെയ്യുന്നവനാണ് തന്ത്രി. നമ്മുടെ ബിഷപ്പന്മാരെല്ലാം തന്ത്രികളാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, പണ്ടൊക്കെ ആണെങ്കിൽ ആൾ പറയുമായിരുന്നു അവൻ എന്നെ തന്തയ്ക്ക് വിളിച്ചു എന്ന് പറയും. ഇനിയിപ്പോൾ അത് പറയേണ്ട കാര്യമില്ല, അവൻ എന്നെ തന്ത്രിക്ക് വിളിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്നൊരു സരസനായ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ദയവായിട്ട് പറയരുത്, അത് അബദ്ധമാണ്. ഇക്കാലത്ത് എന്താണ് എങ്ങനെയാണ് ആൾ മനസ്സിലാക്കുന്നത് നമുക്കറിയില്ല. ഏതായാലും അങ്ങനെ. അപ്പം നമുക്കും ഉള്ളതെല്ലാം ക്രിസ്ത്യാനികൾക്ക് ഇതെല്ലാം തന്ത്രികളാണ്. തിരുവായ്ക്ക് എതിരുവായില്ല. ഏത് അധർമ്മം ചെയ്താലും, എന്ത് മോഷണം നടത്തിയാലും, എന്തെല്ലാം ക്രിമിനൽ കേസ് നടത്തിയാലും ആ തിരുമനസ് നമ്മുടെ പാപം ക്ഷമിച്ചു തന്നില്ലെങ്കിൽ സ്വർഗത്തിലെ നമ്മുടെ ചാൻസ് പോയി, നമ്മൾ വേറെ ഉള്ളിടത്തും ചെന്നെത്തും എന്ന് ഇന്നും വിശ്വസിക്കുന്ന മൊണ്ണവിശ്വാസികൾ ഭൂരിപക്ഷം അവരാണ് എന്നത് ദുഃഖമാണ്. അപ്പോൾ സർവശക്തനായ ദൈവത്തെ സ്വന്തം കരം കൊണ്ട് രക്ഷിക്കാൻ ഇറങ്ങി നടക്കുന്ന ക്രിസ്ത്യാനികളെ, അയ്യോ നിങ്ങൾക്ക് കഷ്ടം. അങ്ങനെ ഇറങ്ങി നടന്നവരാണ് യേശുവിനെ കൊന്നത് എന്നും കൂടെ ദയവായി മറക്കരുത് എന്നൊരു അഭ്യർത്ഥന ഈ അകാല പ്രജ പോലെയുള്ള ഈ കിളവനുണ്ട് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കും. പിന്നെ ഇനിയും ഈ പട്ടിക ഇഷ്ടംപോലെ നീട്ടിക്കൊണ്ടുപോകാൻ ഞാനത് ചെയ്യുന്നില്ല. ഒരു പ്രത്യേക കാര്യം കൂടെ വെളിപ്പെടുത്തിയിട്ട് നിർത്താൻ പോകുക. നിങ്ങൾ ദയവായി മനസ്സിലാക്കേണ്ട 2 തരത്തിലുള്ള മതമുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ മതമുണ്ട്. എനിക്കെങ്ങനെയെങ്കിലും എൻ്റെ കാര്യം നടന്നു കിട്ടണം. ആ മതം അന്ധവിശ്വാസത്തിൻ്റെ മതം മാത്രമായിരുന്നു. ഇന്നുള്ള എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ മതമാണ്. അതുകൊണ്ടാണ് പേടി. എവിടെയൊക്കെ നിലനിൽപ്പിൻ്റെ മതം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം മനുഷ്യൻ പേടിച്ചാണ് നിൽക്കുന്നത്. യേശു അങ്ങനെയുള്ള മതം മനുഷ്യൻ്റെ ശത്രുവാണ്, മനുഷ്യൻ്റെ ശാപമാണ് എന്ന് വെളിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിടുവിക്കാൻ വന്നവനാണ്. കാരണം നിങ്ങളുടെ കാഴ്ചപ്പാട് നിലനിൽപ്പിൻ്റെ കാഴ്ചപ്പാടാകരുത്. എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? രൂപാന്തരത്തിൻ്റെ കാഴ്ചപ്പാടാകണം. അതുകൊണ്ടാണ് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആ ഒരു മതദർശനത്തിൽ അന്ധവിശ്വാസത്തിനോ നമ്മളീ കാണിച്ചു വച്ചിരിക്കുന്ന മതസംബന്ധമായ കോലാഹലത്തിനോ വല്ല പ്രസക്തിയുമുണ്ടോ? നിങ്ങൾക്ക് രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് കൈക്കൂലി കൊടുത്താൽ നടക്കുമോ? നിങ്ങൾക്ക് രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ ഏതെങ്കിലും പുണ്യസ്ഥലം സന്ദർശിച്ചാൽ സാധിക്കുമോ? നിങ്ങൾക്ക് രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ എന്താ പറയുന്നത്, പണം ദൈവത്തിന് കൈക്കൂലി കൊടുത്താലോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളെ കൊണ്ടുപോയി വയറ് നിറച്ച് ഊട്ടിയാലോ, അവർക്ക് ഒരു വലിയ കാറ് വാങ്ങിച്ചു അല്ലെങ്കിൽ മാളിക പണിത് കൊടുത്തു, ഇതുകൂടെ സംഭവിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളിത് ചെയ്യും തോറും നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ അധപ്പതിച്ച് അന്ധകാരത്തിൻ്റെ അവസ്ഥയിലേക്ക്, നിസ്സഹായതയുടെയും അടിമത്തത്തിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന യാഥാർത്ഥ്യം ദയവായി തിരിച്ചറിയണം. അപ്പോൾ ഏത് ലക്ഷ്യത്തോടുകൂടെ യേശു പ്രവർത്തിച്ചോ അതിന് തികച്ചും വിരുദ്ധമായ ലക്ഷ്യത്തോടു കൂടെയാണ് ക്രിസ്തു മതം ഒരു മതമായി രൂപീകരിച്ചത്. അതുകൊണ്ടാണ് സഭയ്ക്കുള്ളിൽ യേശുവിന് ഒരിക്കലും സ്ഥലമുണ്ടാകുകയില്ല എന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ ലവോദിക്യ സഭയുടെ അവസ്ഥയിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. അതുകൊണ്ട് യേശു താൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന പരമമായ സത്യം വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ അവനോട് പ്രതിപത്തി കാണിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ അസത്യത്തിൻ്റെ ഈ കൂമ്പാരം അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തുകയും അവൻ്റെ ദൈവതുല്യമായ സാധ്യതകളെ വളർത്തിയെടുക്കുവാൻ അവനെ സഹായിക്കുവാൻ പര്യാപ്തമായ യേശുവിൻ്റെ ആത്മീയ ദർശനത്തിലേക്ക് മടങ്ങി വരുവാൻ ഏവർക്കും ഇടയാകട്ടെ. ഞാൻ ക്രിസ്ത്യാനികളെ പറ്റി മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. മറ്റുള്ള മതങ്ങൾക്ക് അവരുടേതായ ആത്മീയ ദർശനമുണ്ട്. പക്ഷേ ആ ആത്മീയ ദർശനങ്ങൾ മുഴുവനും മാറ്റിവെച്ച് അന്ധവിശ്വാസത്തെ മാത്രം കണക്കാക്കി അതുകൊണ്ടാണ് കൊള്ളലാഭം ഉണ്ടാകുന്നതെന്നതുകൊണ്ട് ആ തരത്തിലുള്ള മതപരമായ ആചാരങ്ങളും ക്രമീകരണങ്ങളും മാത്രം സൃഷ്ടിച്ച് മനുഷ്യരെ അടിമകളാക്കി ചൂഷണം ചെയ്തൊരു അവസ്ഥയുണ്ട്. അത് തിരിച്ചറിയുവാൻ ഇപ്പോൾ രാജീവ് ഖണ്ഡറെ അറസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ സ്നേഹമേറിയ സഹോദരങ്ങൾക്ക് ഇത് വാതിൽ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് നമ്മുടെ രാജ്യത്ത് അന്ധവിശ്വാസത്തിൻ്റെ കൂരിൽ മാറി സത്യത്തിൻ്റെ സൂര്യോദയം ഉണ്ടാകട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.